നഷ്ടങ്ങൾ നഷ്ടങ്ങൾ ഓരോ മനുഷ്യനെയും ഓരോ വ്യക്തിയെയും എങ്ങനെയൊക്കെ ബാധിക്കുന്നു, അതാണ് ഇന്നത്തെ സിനിമയുടെ മെയിൻ ഇതിവൃത്തം. ആ നഷ്ടങ്ങൾ ഓരോ മനുഷ്യരെയും എന്താക്കുന്നു എന്നുള്ളത് ഓരോ മനുഷ്യരുടെയും സ്വഭാവത്തെയും സാഹചര്യങ്ങളെയും ബേസിക് ഇൻസ്റ്റിങ്സിനെയും ആധാരമാക്കിയിരിക്കും എന്നാണ് ഈ സിനിമയിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. I went for the thrills. I fell for the emotions. ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. തലവൻ, ജിസ് ജോയുടെ തലവൻ, ബിജു മേനോൻ, ആസിഫ് അലി എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ജിസ് ജോയുടെ നേരത്തെ പടമായ വിജയ് സൂപ്പറും പൗർണമിയും ഞാൻ കണ്ട പടമാണ്. എനിക്കിഷ്ടമുള്ളൊരു പടമാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് പടങ്ങൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. സൺഡേ ഹോളിഡേ കണക്കുള്ള പടങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. വിജയ് സൂപ്പറും പൗർണമിയും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു. അങ്ങനെ എപ്പോഴും ഓർമ്മിക്കത്തക്ക വിധത്തിലുള്ളൊരു പടം അല്ലെങ്കിൽ പോലും കണ്ടുകൊണ്ടിരിക്കുമ്പം വളരെ ഇഷ്ടപ്പെട്ടൊരു മൂവി തന്നെയായിരുന്നു അത്. ജിസ് ജോയ് ഇതിൽ എന്നെ ഞെട്ടിപ്പിച്ചു. തലവൻ ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണ്, ഒരു സ്ക്രിപ്റ്റിംഗ് ബ്രില്യൻസ് ആണ്. ജിസ് ജോയ് ആണ് കോ റൈറ്ററും. ആനന്ദ് ശരത്തിൻ്റെ കൂടെ ജിസ് ജോയ് കോ റൈറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് എല്ലാവരുടെയും പെർഫോമൻസസ് ആണ്. അമേസിങ് പെർഫോമൻസസ് ബൈ ഈച്ച് ആൻഡ് എവറി ആക്ടർ ഓൺ സ്ക്രീൻ. ആസിഫ് അലി മാത്രമല്ല, ബിജു മേനോൻ മാത്രമല്ല, ഇതിൽ വന്നു പോകുന്ന ഓരോ കഥാപാത്രങ്ങളും, ദിലീഷ് പോത്തൻ, അനുശ്രീ, മിയ, പിന്നെ എനിക്ക് പേരറിഞ്ഞുകൂടാത്ത, എന്നോട് ക്ഷമിക്കണം, പക്ഷേ എനിക്ക് പേരറിഞ്ഞുകൂടാത്ത ഒരുപാട് ആക്ട്രസസ് ഇതിൽ വന്നു പോകുന്നുണ്ട്. അവരെല്ലാം തകർത്തഭിനയിച്ചിരിക്കുന്നു. പെർഫോമൻസസ് കലക്കൻ, സ്ക്രിപ്റ്റിംഗ് ഗംഭീരൻ, ഡയറക്ഷൻ ബ്രില്യൻറ്റ്. അതായത് ഓരോ ചെറിയ കാര്യങ്ങളും ഡയറക്ടർ ശ്രദ്ധിച്ചിരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും, വളരെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് മാത്രം. കാരണം നമ്മൾ ഇതിനകത്ത് ഒരുപാട് നമ്മളെ മനഃപൂർവ്വം കൺഫ്യൂസ് ചെയ്യാനുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഈ കഥ പോകുന്നത് ഒരുപാട് ട്വിസ്റ്റിലൂടെയാണ്. അതായത് ഈ തിരക്കഥ ആലോചിക്കുമ്പോഴേ, അങ്ങനെ ഒരു തിരക്കഥ എഴുതുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ തലവേദനെടുക്കുന്ന തലകറക്കുന്ന കണക്കുള്ളൊരു സ്ക്രിപ്റ്റാണ്. ഗംഭീരം. ഓരോ ക്യാരക്ടേഴ്സിനും അവരവരുടെ ആർക്കുണ്ട്, അവരവരുടെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്ടർ ബ്രില്യൻസ് എന്ന് വെച്ചാൽ ഈ ഓരോരോ ചെറിയ കാര്യങ്ങൾ, അതായത് ചാർജ് ചെയ്യാൻ വെക്കുന്ന ഫോൺ, അതിലേക്ക് ചാർജ് ഓണായി കഴിയുമ്പോൾ വരുന്ന മെസ്സേജുകൾ, വോയിസ് മെസ്സേജ്, അത് പകുതിയിൽ നിർത്തുന്ന ആസിഫ് അലി. അതിൽ നമുക്ക് തോന്നും എന്തോ പ്രധാനപ്പെട്ടുണ്ടെന്ന്. അതേ കണക്ക് തന്നെ തിരിച്ച് വരുന്നുണ്ട്, പ്രധാനപ്പെട്ട വോയിസ് മെസ്സേജ് വരുന്നുണ്ട്. അങ്ങനെ പക്ഷെ അതിനിടയ്ക്ക് അമ്മയുടെ കോൾ വരുന്നു. അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തിരിക്കുന്നു. ഞാൻ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനും വയ്യ, കാരണം ഇതൊരു സസ്പെൻസ് നിറഞ്ഞ ഒരു കഥയാണ്, സിനിമയാണ്. ഒരു സീനിൽ ബിജു മേനോൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാളുടെ പുറകെ ഓടി ചേസ് ചെയ്ത് കഴിഞ്ഞ്, ഒരു പക്ഷേ അത് കാണിച്ചില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, കാണിച്ചില്ലെങ്കിലും അത് പൊയ്ക്കോളും. പക്ഷേ ഡയറക്ടർ അഡീഷണൽ സ്റ്റെപ്പ് ചെയ്തെന്ന് വെച്ചാൽ, ബിജു മേനോൻ ഓടിക്കഴിഞ്ഞിട്ട് വയറിൻ്റെ വലതുഭാഗത്ത് പിടിക്കുന്നുണ്ട്, സ്വന്തം വയറിൻ്റെ വലതുഭാഗത്ത് പിടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കഥ കാണുമ്പം, സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഞാൻ പറയുന്നത്, അത് ഡയറക്ടർ ശ്രദ്ധിച്ചിരിക്കുന്നു. ഡയറക്ടർ അത് ശ്രദ്ധിച്ച് ആ എലമെൻ്റ് ആഡ് ചെയ്തിരിക്കുന്നു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അതില്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കത്തില്ല, പൊയ്ക്കോളൂ ആ സീൻ. പക്ഷേ ഡയറക്ടർ അത് വേണം, നിർബന്ധം പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് നിർബന്ധം പിടിച്ചിരിക്കുന്നു അത് വേണമെന്ന്. അല്ലെങ്കിൽ ബിജു മേനോൻ കൈനീട്ടതാണെങ്കിൽ ഓസം, സൂപ്പർ. അങ്ങനെ ഓരോരോ ചെറിയ കാര്യങ്ങൾ, ആദ്യം മുതൽ അവസാനം വരെ എൻത്രാലിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി, ത്രില്ലിംഗ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ. അതിൻ്റെ കൂടെ അത് മനോഹരമാക്കാൻ വേണ്ടി, ഒരു പടി കൂടെ ഉയർത്താൻ വേണ്ടി ദീപക് ദേവിൻ്റെ മ്യൂസിക്, ദീപക് ദേവിൻ്റെ BGM ഉഗ്രനായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ജോയ് തന്നെയാണ്. ഒരു പാട്ടാണെന്ന് എൻ്റെ ഒരു ഓർമ്മ, ഒരു പാട്ടുണ്ട് എൻ്റെ അകത്ത്. നല്ലൊരു പാട്ടാണ്, കുഴപ്പമില്ലാത്തൊരു പാട്ടാണ്. മ്യൂസിക് ബൈ ദീപക് ദേവ് എന്നാണ് ഞാൻ കണ്ടത് ക്രെഡിറ്റ്സിൽ, അല്ലെങ്കിൽ IMDbയിലൊക്കെ നോക്കിയപ്പോൾ. BGMഉം ദീപക് ദേവിൻ്റെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. കലക്കൻ. അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും. I'm going with 4 out of 5 for this Just Joy brilliance. Thanks for watching.